ബാറക്മോർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ വർഷത്തെ സുവിശേഷ മഹായോഗത്തിൻ്റെ ചിന്താവിഷയം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാം വചനമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. വളരെ അർത്ഥവത്തായ ഒരു ചിന്താവിഷയം തന്നെയാണ്. ഇന്നത്തെ ലോകത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ വചനത്തോട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ദൈവവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നവരൊക്കെയും കർത്താവിൻ്റെ രാജ്യത്തെയും അവൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെയും വായിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ആസക്തികളെക്കുറിച്ചുമൊക്കെയും ശാരീരികമായ, അതുപോലെ തന്നെ മനുഷ്യ ശരീരങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ വിശ്വാസം ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച് ജീവിച്ച് കാണിച്ചു തന്നിരിക്കുന്നതും അത് തന്നെയാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിത്യജീവൻ്റെ പ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം. ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം നിത്യജീവൻ്റെ അനുഭവം, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അനുഭവമാണ്. അത് പ്രാപിക്കുവാനായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കേണ്ടതായ, അല്ലെങ്കിൽ ജീവിക്കേണ്ട രീതിയെക്കുറിച്ചാണ് വചനത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയുടെ അനുഭവത്തിലാണ്. പൗലോസ് ശ്ലീഹ സമൂഹത്തെ വിളിക്കുന്നത് പ്രകാരമാണ് വിശുദ്ധ സമൂഹമായി. വിശ്വസിച്ച് ദൈവത്തിൽ സമർപ്പിക്കപ്പെടുന്നവർ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാകും. ഒരു മനുഷ്യനെ ലോകത്തിൽ ജനിക്കുമ്പോൾ തന്നെ സഭയിലേക്ക് ചേർക്കപ്പെടുന്നത് കഴുകി വെടിപ്പാക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ മൂറോൻ്റെ അഭിഷേകത്താൽ മുദ്രകുത്തപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുകയാണ്. പാപബന്ധനങ്ങളിൽ നിന്നും വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നതായ ഒരു പ്രക്രിയയാണല്ലോ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ സഭയാകുന്ന കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അന്ന് മുതൽ മനുഷ്യൻ്റെ ചിന്തകൾ എപ്പോഴും രാജ്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചുമാണ്. അതായത് വരുവാനിരിക്കുന്ന രാജ്യം, കർത്താവ് രാജാവായിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയിൽ മനുഷ്യൻ ജീവിക്കണമെന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. നാം ഈ ലോകത്തിൽ പലതിനെക്കുറിച്ചും വ്യാകുലതപ്പെടുമ്പോൾ ദൈവം നമുക്ക് സകലവും നിവർത്തിച്ചു തരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം അത് പ്രത്യാശയുടെ ജീവിതമാണ്. ഇന്ന് കുടുംബത്തെക്കുറിച്ചാണല്ലോ ഇന്നത്തെ ചിന്ത. രാജ്യവും നീതിയും നാം പ്രാപിക്കുവാനായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ജീവിത ക്രമീകരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ മനുഷ്യന് എപ്രകാരം ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കും? കുടുംബത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും, സ്വർഗരാജ്യത്തിൻ്റെ ഒരു യൂണിറ്റായിട്ടാണ് കുടുംബത്തെക്കുറിച്ച് വിമർശിക്കപ്പെടുന്നത്. ദൈവരാജ്യം ഭൂമിയിൽ ഒരു കുടുംബ ജീവിതത്തിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, സ്വർഗരാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതായത് ഈ ലോകത്തിൽ സ്വർഗരാജ്യത്തിൽ
പ്രവേശിക്കുവാനുള്ളതായ നന്മയുടെ ജീവിതം നയിക്കുവാൻ ഈ ക്രിസ്തീയ കുടുംബ ജീവിതത്തിലൂടെ ആ വചനത്തെ പ്രാവർത്തികമാക്കി തീർക്കുമ്പോഴാണ് യഥാർത്ഥ കുടുംബജീവിതം സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ബന്ധം ഈ കുടുംബജീവിതത്തിലൂടെ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് നാം ഒരുക്കമുള്ളവരായി തീരണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏകാന്തതയിൽ നാം ജീവിതം നയിക്കുന്നത് കുറവാണ്. സന്യാസിമാരും അതുപോലെ തന്നെ ദേറാക്കാരുമൊക്കെയാണല്ലോ. എന്നാലും അവരൊരു സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. പരസ്പരം ചിന്തകളെ പങ്കുവെച്ചുകൊണ്ടും ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ അറിവിനെ പങ്കുവെച്ചും കൊണ്ടുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെ അപ്പനും അമ്മയും മക്കളും, അതായത് ഭാര്യ ഭർത്താവ് മക്കൾ എന്നുള്ള ഒരു ചിന്തയാണല്ലോ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നു. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഏതിൻ്റെ പ്രതീക്ഷയിൽ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചാക്കിയപ്പോൾ അവിടെ യഹോവയാം ദൈവം നിശ്ചയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 27-ാം വചനത്തിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീനെന്ന് അവരോട് കൽപ്പിച്ചു എന്ന്. മനുഷ്യന് ഏറ്റവും വലിയ സ്ഥാനമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവരൊരുമിച്ച് ജീവിക്കുവാനായിട്ട് ആദമിൻ്റെ വാരിയെല്ലിൽ നിന്നും ഹവ്വയെ സൃഷ്ടിച്ച് അവന് തുണയായി നൽകി എന്നാണ്. അപ്പോൾ കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാര്യ ഭർത്തൃ ബന്ധം അത് ദൈവം മുന്നമേ നിയോഗിച്ചാക്കിയിരിക്കുന്ന അനുഭവമാണ്. ഭർത്താവിനോട് ചേർന്ന് ഭാര്യ വസിക്കുന്നതായ അനുഭവം, പുരുഷനോട് ചേർന്ന് സ്ത്രീ നിലകൊള്ളുന്നതായ ഒരു വ്യവസ്ഥിതിയാണ്. വിവാഹ കുദാശയിലൂടെ അവരെ ബന്ധിപ്പിക്കുകയാണ്. അവർ ഏക ശരീരമായി തീരുന്നുവെന്ന് മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വിവാഹമോചനത്തെക്കുറിച്ചൊക്കെയും പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നു, രണ്ടുപേരും ഏക ശരീരമായി തീരുകയാണ്. വിവാഹ കൂദാശയിലൂടെ ദൈവം സംയോജിപ്പിക്കുകയാണ്. ആത്മീയമായ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്നതായ ഒരു അനുഭവമാണ് കൂദാശയാണ് വിവാഹ കൂദാശ. ദൈവം അവിടെ അവരെ ഒരുമിപ്പിക്കുക. അവിടെ മുതലാണ് കുടുംബത്തിൻ്റെ ആരംഭമെന്ന് പറയുന്നത്. ഏതിൻ്റെ പ്രതീക്ഷയിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് അവരെ ഒരുമിച്ചാക്കിയപ്പോൾ മുതൽ അത് ദൈവത്തിൻ്റെ നിയോഗവും ഇഷ്ടവുമായതിനാൽ ആ കുടുംബജീവിതം ഇന്നും തകരാതെ തന്നെ നിലകൊള്ളുന്നു. ഈ ലോകത്തിൽ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ നിലകൊള്ളുമ്പോഴാണ് ഒരു പരിപൂർണതയിലേക്ക് എത്തുന്നത്. വിവാഹ കൂദാശയെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെയും അവിടെ പുരുഷനും സ്ത്രീയും മാത്രമല്ല അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ദൈവമില്ലാത്ത ഒരു കുടുംബം അത് ശൂന്യമായി നിലകൊള്ളുന്ന അനുഭവമാണല്ലോ. ഈ ആദമിനെ ഹവ്വയെയും സൃഷ്ടിച്ച് ഏതെൻ്റെ പ്രതീക്ഷയിലാക്കിയപ്പോഴും ഇവിടെ യഹോവയുടെ സാന്നിധ്യം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നെ നിലനിന്നിരുന്നു. അവരുടെ കുടുംബ ജീവിതത്തിൽ എല്ലാ നിർദ്ദേശങ്ങൾക്കും അത് നേതൃത്വം നൽകുന്നത് യഹോവയാം ദൈവമായി. ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഭാര്യ ഭർത്തൃ മക്കൾ മാത്രമല്ല ദൈവവും അവിടെ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദൈവമില്ലാത്ത ഭവനമായി രൂപാന്തരപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബജീവിതം നയിക്കുമ്പോൾ അവിടെയാണ് സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. സങ്കീർത്തനം ഇതിൽ നാം വായിക്കുന്നുണ്ട്. 128-ാം സങ്കീർത്തനം ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും.
നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. യഹോവയിൽ ആശ്രയിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു കുടുംബസ്ഥൻ്റെ ചിത്രീകരണമാണ്. അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിനുള്ളിൽ ഉത്തമ മുന്തിരിവള്ളി പോലെയും എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞിരിക്കുന്നതായ ഒരു ഭാര്യയായി അവൾ ഭവനത്തിൽ നിലകൊള്ളുന്നു. ദൈവം നൽകുന്ന ദാനമാണ് മക്കൾ എന്നുള്ളത്. യഹോവയാം ദൈവം ആദമിനോടും ഹവ്വയോടും കൽപ്പിച്ചതായ അനുഗ്രഹിച്ചതായ അനുഗ്രഹമാണ് ഇവിടെ കാണുവാൻ സാധിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. അതിമനോഹരമായിരിക്കുന്ന ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. യഹോവയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണല്ലോ ഇവിടെ കീർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഉത്തമ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധ്യമാകുന്നവർക്ക് ദൈവത്തെ അവരുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും. സ്വർഗം ഈ ഭൂമിയിൽ നടപ്പാക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്തീയ കുടുംബജീവിതം എന്നുള്ളത്. യേശുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. യേശു വസിക്കുന്നതായ കുടുംബജീവിതത്തെ കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തെക്കുറിച്ച്, ലാസറിൻ്റെ ഭവനം ഏറ്റവും കർത്താവിനെ സ്നേഹിച്ചതായ ഒരു കുടുംബമാണല്ലോ. യേശു പാർത്തിരുന്നതും പല സന്ദർഭങ്ങളിലും അവിടെ ചെന്ന് അതിഥിയായ ഭവനത്തിൽ വസിക്കുകയും ചെയ്തതായ കുടുംബം. അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ലാസർ കർത്താവിൻ്റെ സ്നേഹിതനായി, അതുപോലെ തന്നെ മാർത്ത ആ ഭവനത്തിൽ കർത്താവിന് വേണ്ടി ആതിഥ്യമൊരുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട്, അതുപോലെ തന്നെ മറിയ കർത്താവിൻ്റെ തൃപ്പാദത്തിലിരുന്ന് വചനം കേൾക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പല രീതിയിലും ഇവിടെ ആ കുടുംബത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് ചിത്രീകരിക്കുന്നു. കർത്താവ് അവിടെ മറിയയെക്കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായി ആവശ്യമുള്ളതിനെ തിരഞ്ഞെടുത്ത് ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച്, ഒരു സമൂഹത്തെക്കുറിച്ചാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ, സ്വർഗത്തെക്കുറിച്ച് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് പ്രാപിക്കുവാനായിട്ടുള്ളതായ അഭിവാഞ്ച ആ മറിയത്തിന് അവിടെ തോന്നിയപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായി കർത്താവ് അവൾ പ്രകീർത്തിക്കുന്നു. അവൾ ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, അതവൾ ഏറ്റെടുത്തിരിക്കുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായ നാമൊക്കെയും കുടുംബജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പ്രാർത്ഥനയുടെയും വചനം കേൾക്കുന്ന, വചനം വായിക്കുന്ന, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു കുടുംബമായി രൂപാന്തരപ്പെടും. അതാണ് യഥാർത്ഥ ക്രിസ്തീയ കുടുംബ ജീവിതം എന്നും. ഈ ലോകത്തിൻ്റെതായ പ്രവൃത്തികളിലേക്ക് അല്ലെങ്കിൽ അഭിലാഷങ്ങളിലേക്ക് വീണുപോകാതെ സ്വർഗരാജ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് ഒരു ഭവനത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ കന്യകമറിയാമും സഹോദരന്മാരുമൊക്കെയും കർത്താവിനെ കാണുവാനായിട്ട് ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ യേശുവിനെ കാണുവാൻ സാധിക്കാതെ വണ്ണം തിക്കും തിരക്കും നിറഞ്ഞതായ ഒരു ഭവനത്തിലാണ്. അവർ ആളെ പറഞ്ഞു വിട്ടു കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിന്നെ കാണുവാനായിട്ട് നിന്റെ മാതാവും സഹോദരന്മാരും അവിടെ പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു എന്ന്. കർത്താവായ യേശു ക്രിസ്തുവിടെ പ്രഖ്യാപിക്കുന്നു, എൻ്റെ മാതാവും സഹോദരന്മാരും ആരാകുന്നു എന്ന് അവിടെ തൻ്റെ ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരാകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം, ദൈവവചനം, സ്വർഗരാജ്യത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാകുന്നു എൻ്റെ സഹോദരനും സഹോദരിയും മാതാവും എന്ന് കർത്താവോട് പ്രഖ്യാപിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അനുഭവം അത് ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന കുടുംബമായി തീരണമെങ്കിൽ ദൈവവചനത്തെ, ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും.
നമുക്കൊക്കെയും പല ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുവേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. ദേവാലയത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമായിരിക്കും പലപ്പോഴും. എന്നാൽ എപ്പോഴും സ്തുതിക്കുന്നവരായി തീരണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളായി തീരണമെങ്കിൽ നാം കുടുംബത്തിൽ സ്നേഹമുള്ളവരായി തീരണമെന്ന്. പഴയകാലത്തൊക്കെയും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതികളായിരുന്നല്ലോ. എല്ലാവരും ഒരുമിച്ച് വസിച്ചു കൊണ്ടിരുന്നതായ സന്ദർഭം. അവിടെ സ്നേഹത്തോടെ പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന, ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാനസികമായ പ്രതിസന്ധികളും ഒക്കെയും പരസ്പരം പങ്കുവെച്ച് ആശ്വാസം കണ്ടെത്തുന്നതായ ഒരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും മനുഷ്യൻ സ്വയത്തിലേക്ക് തന്നെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. അവൻ്റെ മനസ്സ് തുറക്കുവാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരോട് തൻ്റെ ജീവിതത്തെക്കുറിച്ചോ തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായ ആശയത്തെക്കുറിച്ചൊന്നും പങ്കുവയ്ക്കുവാനായിട്ട് പലപ്പോഴും സാധിക്കുകയില്ല. ഇന്ന് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങിയാൽ കാണുവാൻ സാധിക്കും. വീട്ടിലാണെങ്കിലും ഓരോരുത്തരും അവരൊരു മൊബൈൽ പിടിച്ചുകൊണ്ടായിരിക്കും, അതിനോടായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. പുതിയ മാധ്യമങ്ങളുടെ സൃഷ്ടിയതാണ്. മനുഷ്യൻ അവനിൽ തന്നെ ഇഴുകിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ചുള്ളതായ ചിന്തയില്ല, മറ്റുള്ളവരുമായിട്ടുള്ളതായ ബന്ധമില്ല. അപ്രകാരം ഒരു കുടുംബത്തിൽ തന്നെ അപ്രകാരമുള്ള ഒരു പ്രഹസനങ്ങളാണ് നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കുവാൻ പോലും സമയമില്ലാത്ത, വേദപുസ്തകം വായിക്കുവാൻ പോലും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമോ? ക്രിസ്ത്യാനികളായ നമ്മുടെ ഉത്തരവാദിത്വം, ക്രിസ്തീയ കുടുംബ ജീവിതം എപ്രകാരം ഈ ലോകത്തിൽ സാക്ഷ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്കണം. അതുപോലെ തന്നെ നോമ്പും ഉപവാസവും മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ്. അത് ആത്മീയ ജീവിതം മാത്രമല്ല, മാനുഷികമായ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അത് ഏറ്റവും പ്രയോജനമുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ അവൻ ആത്മീയമായി വളരണമെങ്കിൽ, ഉയരണമെങ്കിൽ അവന് പ്രാർത്ഥനയും ഉപവാസവും നോമ്പും ആവശ്യമാണ്. കർത്താവ് തന്നിൽ വസിക്കുവാനായിട്ട് ശുദ്ധഹൃദയമുള്ളവനായി തീരുന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ദൈവത്തിന് വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പിശാചിൻ്റെ പ്രവർത്തനവും അവൻ്റെ ജീവിതത്തോട് താതാമ്യപ്പെടുത്തിയിട്ടുള്ളതായ ജീവിത ക്രമീകരണമായിരിക്കും ഈ ലോകത്തിലുണ്ടായിരിക്കും. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ എപ്പോഴും അവന് ഭയവും പല ചിന്തകളും, ഈ ലോകത്തിൽ പലതിനെക്കുറിച്ചുമുള്ളതായ ചിന്തകളും അതിനുവേണ്ടി ഓടി നടക്കുന്നതായ പ്രവൃത്തിയാണ് ഇന്ന് ലോകത്ത് കാണുവാൻ സാധിക്കും. ദൈവത്തെ നേടുവാൻ, സ്വർഗരാജ്യത്തെ നേടുവാൻ, നിത്യജീവൻ്റെ അനുഭവത്തിലൂടെ യേശുവിനെ പ്രകീർത്തിക്കുവാനായിട്ട് സാധിക്കും. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നത് നമ്മുടെ കുടുംബജീവിതത്തിലൂടെ, വ്യക്തി ജീവിതത്തിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുന്നു. യേശുവാണ് എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ, യഹോവയാണ് എൻ്റെ കുടുംബത്തെ നയിക്കുന്നത്, അവൻ കൂട്ടിച്ചേർത്തു, അവൻ ഈ ഭവനത്തെ നയിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമുണ്ടാകുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഇന്നത്തെക്കുറിച്ചും ഇന്നലെയെക്കുറിച്ചും നാളെയെക്കുറിച്ചുമൊക്കെയും ചിന്തിക്കുന്നവരാണ്. നഷ്ടപ്പെട്ടു പോയ കാലത്തെക്കുറിച്ചും വരുവാനിരിക്കുന്ന നാളുകളെക്കുറിച്ചും ഒക്കെ നാം ചിന്തിക്കുമ്പോഴും ഒരു കാര്യം നാം മനസ്സിലാക്കിയിട്ടിരിക്കും. ദൈവം നമുക്ക് നൽകിയെങ്കിൽ മാത്രമേ സകലവും ഈ ലോകത്തുണ്ടാവുകയുള്ളൂ. മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ ശ്വാസം ദൈവത്തിൻ്റെ കയ്യിലാണ്. അവൻ പിടിച്ചു നിർത്തുന്നവർ, അവൻ കരുതുന്നു, അവൻ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കൂ. അവൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നിലകൊള്ളുവാൻ സാധിക്കൂ. യഥാർത്ഥ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്ന നാം ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവരാണ്. സ്വർഗത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നാം നന്മയുള്ളവരായി, നന്മ പ്രവർത്തിക്കുന്നവരായി ദൈവം കൂട്ടിച്ചേർത്തതിനെ വേർപെടുത്തുവാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല. അത് ദൈവത്താൽ മാത്രമേ അതിന് സാധിക്കൂ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്യുന്നു,
മനുഷ്യനെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നാൽ ആത്മാവിനെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടണം. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യ ശരീരം കൊണ്ട് അതിനെ മുറിച്ച് കൊന്നാലും ആ ശരീരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതിനെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. എന്നാൽ ആത്മാവിനെ നശിപ്പിക്കുന്നു അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കും. ദൈവത്തിന് മാത്രമേ അതിന് കൊല്ലുവാനും നശിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. അത് ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോൾ അവനതിനെ ശക്തിപ്പെടുത്തുന്നു, പുഷ്ടിപ്പെടുത്തുന്നു, ആത്മീയമായ ഉയർച്ചയിലേക്ക് നയിക്കുന്നു. കുടുംബജീവിതത്തിലും ദൈവം വസിക്കുന്ന ഭവനമായി, കുടുംബമായി തീരുമ്പോൾ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അത് സാക്ഷ്യപ്പെടുമ്പോൾ, ഈ ലോകത്തിൽ യേശുവിനെ പ്രകീർത്തിക്കുന്നവരായി, യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന കുടുംബമായി സാക്ഷ്യപ്പെടുത്തുവാനായിട്ട്, മറ്റുള്ളവർക്ക് മാതൃകയാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തീയ കുടുംബ ജീവിതം നയിക്കുന്ന ഈ സമൂഹത്തിൽ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന കുടുംബമായി നാം ഓരോരുത്തരും ആയിത്തീരുവാനായിട്ട് ദൈവം നൽകുന്ന പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വലിയൊരു സാക്ഷ്യമായി രൂപാന്തരപ്പെടുവാൻ ഇടയായിത്തീരണം. ഇതിന് ഈ സുവിശേഷ മഹായോഗവും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ വചനങ്ങളുമൊക്കെയും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ, കുടുംബമായിട്ടുള്ളതായ ജീവിതത്തിൽ, സമൂഹത്തിൻ്റെ ജീവിതത്തിൽ ഒക്കെയും നല്ല സാക്ഷ്യമുള്ളവരാക്കി തീർക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഈ പരിശുദ്ധ സഭയുടെ ഈ കൂടിവരവ് അനുഗ്രഹപ്രദമായി തീരുവാനും പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്നതായ നാം ഒക്കെയും പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ സഭയുടെ സാക്ഷ്യമായി, മാതൃകയായി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രകാശിക്കുവാൻ ഇടയായി തീരണം. അതിന് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൃപയും അനുഗ്രഹങ്ങളും എന്നും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിവസം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.